ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ഉന്നതനും ഉയർന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനും നാമമുള്ള സൈന്യങ്ങളുടെ യഹോവയെ തിരുനിവാസം എത്ര മനോഹരം. സൈന്യങ്ങളുടെ യഹോവ സകലത്തിലും മേലായ നാമം യേശുവിന്റെ നാമത്തെ ആരാധിക്കുക. ഒരു പ്രാവശ്യം കൂടെ കർത്താവ് നമ്മെ കൊണ്ടുവന്ന കർത്താവിന്റെ വിശ്വസ്തതയ്ക്കാണ് നമ്മുടെ അധരങ്ങളെ തുറന്ന് കർത്താവിന് സ്തോത്രം പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മളായിരുന്ന സ്ഥാനങ്ങളിൽ കർത്താവിനെ പരിപാലിച്ചു. ക്ഷേമത്തോടെ കർത്താവ് നമ്മെ ഒരാഴ്ച വട്ടം കൊടുക്കും. കർത്താവ് നമ്മെ കൊണ്ടുവന്ന കൃപയ്ക്കായി കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവെ ഞങ്ങളത്തെ ആരാധിക്കുന്നു, ഞങ്ങളത്തെ പുകഴ്ത്തുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്കായി ഞങ്ങൾ അവിടുത്തെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, എന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ ഞങ്ങളെ സ്തുതിക്കുന്നു, അവനെ ആരാധിക്കുന്നു, അവിടുത്തെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു കർത്താവേ. കർത്താവേ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് പുകഴുവാനൊന്നുമില്ല. ഈ ഭൂമിയിൽ കർത്താവേ ഞങ്ങളെ തന്നെ കർത്താവേ ദൈവസന്നിധിയിൽ കർത്താവേ ഞങ്ങൾക്ക് പുകഴുവാനോ പ്രശംസിക്കുവാനോ ഒന്നുമില്ല കർത്താവേ. അവിടുന്ന് ഞങ്ങളെ തേടി വന്ന അവിടുത്തെ നാമം ഞങ്ങളെ കണ്ടു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ അവിടുത്തെ രുചിച്ചറിയുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ ഭാഗ്യം കർത്താവേ, അതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ അവിടുത്തേക്ക് സ്തോത്രം അർപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇസ്രായേൽ പറയേണ്ടതെന്നാൽ യഹോവ നമ്മുടെ പക്ഷത്തിനായിരുന്നുവെങ്കിൽ ഹല്ലേലൂയ. കർത്താവ് നമ്മോട് കൂടെ ഇരുന്ന് നമ്മുടെ പക്ഷത്ത് നമ്മെ സഹായിച്ച ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ അവിടുത്തെ ആരാധിക്കുന്നു, അവിടുത്തെ പുകഴ്ത്തുന്നു. വിളിച്ച ദൈവം വിശ്വസ്തൻ, അതേവരെ നമ്മെ വഴി നടത്തുവാൻ മതിയായ ദൈവം. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെറിയ കോറസ്, മറുവിടമായ എനിക്ക് യേശു കൊണ്ട് പാടാൻ പാടി.
വിളിച്ച ദൈവം വിശ്വസനാന്ത്യം വരെ നമ്മെ വഴി നടത്തുവാൻ ശക്തനായ ദൈവം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ആരാധിക്കാൻ പോവുകയാണ്. എല്ലാവരും കരങ്ങളെ അടിച്ച് ശ്രീയേശു നാമം, അതിശയ നാമം, ഏഴ് എനിക്കിമ്പ നാമം എന്നുള്ള പാട്ട് നമുക്ക് എല്ലാവർക്കും കൈവഴിച്ച് കർത്താവിനെ ആരാധിക്കാമല്ലോ. Thank you.
യഹോവേ, നിങ്ങളിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനെ ലജ്ജിച്ചു പോകുകയില്ല, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നീ എന്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. ദിവസം മുഴുവൻ ഞാൻ നിങ്ങൾ പ്രത്യാശ. എന്റെ ബാല്യത്തിലെ പാപങ്ങളെയും എന്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ. യഹോവേ, നിന്റെ കൃപപ്രകാരം നിന്റെ ദയനിമിത്തം എന്നെ ഓർക്കണമേ. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു. സൗമ്യതയുള്ളവർക്ക് തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. യഹോവേ, എന്റെ അകർത്തം വലിയത്, നിന്റെ നാമം നിമിത്തം അത് ക്ഷമിക്കണമേ. അവൻ സുഖത്തോടെ വസിക്കും, അവന്റെ സന്തതി ദേശത്തെ കൈവശമാക്കും. എന്റെ കണ്ണെപ്പോഴും യഹോവെങ്കിലേക്കാവുന്നു. അവൻ എന്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. എനിക്ക് മനപീഡകൾ വർദ്ധിച്ചിരിക്കുന്നു. എന്റെ സങ്കടങ്ങളിൽ നിന്ന് നീ വിടുവിക്കണമേ. എന്റെ ശത്രുക്കളെ നോക്കണമേ. അവർ പെരുകിയിരിക്കുന്നു. അവർ കഠിന ദോഷത്തോടെ എന്നെ ദോഷിക്കുന്നു. രണ്ട് വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. അവസരങ്ങളുടെ തമോർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ ദിനങ്ങളെ നമ്മൾ പുറമോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകൾ പ്രിയപ്പെട്ട ലക്ഷ്യങ്ങളിലൂടെ കടന്നുപോയി, വേദനയിൽ കൂടെ കടന്നുപോയി, സങ്കടങ്ങളിൽ കൂടെ കടന്നുപോയി, അനേക അനർത്ഥങ്ങളിൽ കൂടെ കടന്നുപോയി. അതിനെല്ലാം ദൈവം അവരെ വിടുവിച്ചു, അമ്മയും വിടുവിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, ആരോഗ്യത്തോടെ ബലത്തോടെ ഹല്ലേലൂയ കർത്താവിന് മഹത്വം നൽകുവാൻ ഒരു ഞായറാഴ്ച ഹല്ലേലൂയ കർത്തവസത്തിൽ നമ്മുടെ ദൈവസന്നിധിയിൽ കടന്നു വന്ന ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം ഒരുക്കിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. സങ്കീർത്തനം ഹല്ലേലൂയ ഒരു ദാവീദിന്റെ സങ്കീർത്തനം എന്ന ഹല്ലേലൂയ അതിന്റെ ഹെഡിങ്ങിൽ എഴുതിയിരിക്കുന്നു എങ്കിലും ഹല്ലേലൂയ ഒരു വിലാപഗീതം യഹോവയെ വിടുവിക്കണമേ എന്ന അപേക്ഷയോടെ ആരംഭിക്കുന്ന ഒരു സങ്കീർത്തനമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. ശത്രുക്കളുടെ ഉപദ്രവവും സ്വന്തം പാപത്തെക്കുറിച്ചുള്ള ബോധം ദൈവത്തിന്റെ രക്ഷയിലുള്ള ഉറച്ച വിശ്വാസവുമുള്ള ഒരാളുടെ ക്ഷമാപണവും ആശ്രയവും ആശയും ആണ് ഇതിന്റെ വിഷയം. ഹല്ലേലൂയ. ഇതിനെ ഹല്ലേലൂയ നമുക്ക് നാലായിട്ട് തരംതിരിച്ച് ഹല്ലേലൂയ ഇതിൽ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ഒന്നാമത്തേത് ഹല്ലേലൂയ 1 മുതൽ ഹല്ലേലൂയ 7 വരെ ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ പറഞ്ഞ ഹല്ലേലൂയ 1 മുതൽ 7 വരെ പ്രാർത്ഥനയും 8 മുതൽ 11 വരെ നിർദ്ദേശവും 12 മുതൽ 15 വരെ അനുഗ്രഹവും 16 മുതൽ 22 വരെ അഭയയാതനകളുമായിട്ട് ഹല്ലേലൂയ ഇതിനെ തിരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അതിന്റെ 1-ാം വാക്യത്തിൽ ഹല്ലേലൂയ യഹോവേ, നിങ്ങളിലേക്ക് ഞാൻ മനസ്സ് ഉയർത്തുന്നു. ഹല്ലേലൂയ. ഒരു ഭക്തൻ എപ്പോഴും പറയാൻ പറ്റുമോ? ഹല്ലേലൂയ, കർത്താവേ, ഞാൻ നിന്റെ കണ്ണിലേക്ക് ഞാൻ നോക്കുന്നു. ഹല്ലേലൂയ. എങ്കിൽ ഹല്ലേലൂയ അവരുടെ പ്രതികൂലങ്ങളിൽ നിന്ന്, അവരുടെ പ്രയാസങ്ങളിൽ നിന്ന്, അവരുടെ വേദനയിൽ നിന്ന്, അവരുടെ കഷ്ടങ്ങളിൽ നിന്ന്, ശത്രു കൊണ്ടിരുന്ന കണിയിൽ നിന്നെല്ലാം ഹല്ലേലൂയ അതിന്റെ ജയം പ്രാപിപ്പാൻ കഴിയുമെന്ന് ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ എന്നും മനുഷ്യനിൽ ആശ്രയിക്കുന്ന മനുഷ്യനാണ് മനുഷ്യനിൽ ആശ്രയിക്കാൻ യഹോവയിൽ ആശ്രയിക്കുന്നത്. 112-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യം പറയുന്നു, മനുഷ്യൻ ആശ്രയിക്കാൽ യഹോവയിൽ ആശ്രയിക്കും നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കാൻ യഹോവയിൽ ആശ്രയിക്കും നല്ലതെന്ന് ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ ഹല്ലേലൂയ അവിടെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ആശ്രയം ഹല്ലേലൂയ
നമ്മുടെ കർത്താവിലായിരിക്കണം. ഹല്ലേലൂയ. മനുഷ്യരെ ആശ്രയിച്ചാൽ ഹല്ലേലൂയ ക്ഷണനേരം കൊണ്ട് അവരുടെ ആശ്രയമെല്ലാം അറ്റുപോകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കുടുംബജീവിതം നോക്കുമ്പോൾ ഹല്ലേലൂയ ഭാര്യ ഭർത്താവിൽ ആശ്രയിച്ചാൽ, ഭർത്താവ് ഭാര്യയിൽ ആശ്രയിച്ചാൽ കല്ലറ കൊണ്ട് തീരും. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ നിത്യതവരെയും കൊണ്ടിരുന്ന ഹല്ലേലൂയ ആ ദൈവ സ്നേഹം, ആ ദൈവ കരുതൽ ഹല്ലേലൂയ നമ്മളെന്നും എപ്പോഴും അത് ഓർക്കണം. ഹല്ലേലൂയ. ഓർത്ത് ദൈവത്തിന് ദൈവം പൂർണ്ണ മഹത്വം നൽകിയാൽ ഹല്ലേലൂയ ദൈവം നമ്മെ ഹല്ലേലൂയ പ്രതികൂലങ്ങളിൽ നിന്നെല്ലാം പിടിവിക്കുന്ന ദൈവമാണെന്ന് ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ പറയുകയാണ്. ഹല്ലേലൂയ. അതിന്റെ 4-ാം വാക്യത്തിൽ ഹല്ലേലൂയ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹോവേ നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ കർത്താവിനോടുള്ള ഒരു പ്രാർത്ഥനയാണ്, കർത്താവേ നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ, നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ എന്നാണെങ്കിൽ ഹല്ലേലൂയ കർത്താവ് അതിനുള്ള ഉത്തരം പറയുന്നത് ഹല്ലേലൂയ വേറൊരു രീതിയിലാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. മനുഷ്യ ഹൃദയമല്ല മനുഷ്യന്റെ ഹല്ലേലൂയ ഹൃദയാഭിചാരങ്ങളെല്ലാം ഹല്ലേലൂയ ക്ഷണനേരങ്ങളെല്ലാം തീരും. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ വിചാരങ്ങളോ നമ്മളെ കുറിച്ചുള്ളത് നിത്യത വരെയുള്ള പ്ലാൻ. ഹല്ലേലൂയ. നാം ജനിക്കുന്നതിന് മുമ്പേ ഹല്ലേലൂയ അമ്മയുടെ ഹല്ലേലൂയത്തിൽ പിണ്ടാകാരമായിരിക്കുന്നതിന് മുമ്പേ ദൈവത്തിന്റെ പ്ലാൻ പദ്ധതിയുമായിരുന്നത് കൊണ്ടാണ് ഹല്ലേലൂയ നാം ഇവിടെ ഇത്രയും പേർ കൊണ്ടുവന്നിരിക്കാൻ സാധിക്കുന്നത്. അല്ല നമ്മുടെ ഹല്ലേലൂയ കഴിവോ മിടുക്കോ സാമർത്ഥ്യമോ ഒന്നും അല്ല. ഹല്ലേലൂയ ഈ ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവത്തെ അറിയുവാൻ, ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കാൻ. ദൈവം പറഞ്ഞു ഹല്ലേലൂയ എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകളെ പ്രമാണിക്കും. ഹല്ലേലൂയ അങ്ങനെയുള്ള ഭാഗ്യം ഹല്ലേലൂയ ദൈവം നമുക്ക് തന്നു. ഹല്ലേലൂയ. നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ സമശിഷ്ടങ്ങൾക്കെല്ലാം ഈ ഭാഗ്യം ലഭിക്കാതിരിക്കുമ്പോൾ ഹല്ലേലൂയ അവരും ഈ ഭാഗത്തേക്ക് കടന്നു വരുവാൻ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. അതിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, യഹോവേ നിന്റെ കരുണയും ദയയും ഓർക്കണമേ, പണ്ട് പണ്ടേ ഉള്ളവയായിരുന്നു. ഹല്ലേലൂയ. കരുണയും ദയയും സ്നേഹസ്വരൂപനായ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സ്വഭാവമായ ഹല്ലേലൂയ അവ പണ്ട് പണ്ടേ വെളിപ്പെടുത്തി തന്നുകൊണ്ട് ഹല്ലേലൂയ ഞാൻ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. യഹോവയുടെ ദയയും കൃപയും കരുണയും ഉള്ളവനായതുകൊണ്ട് യഹോവ ദയയും കരുണയും കൃപയും ഉള്ളവനായതുകൊണ്ട് എന്റെ ബാല്യത്തെ പാപങ്ങളെയും മുതിർന്ന ശേഷം ഹല്ലേലൂയ എന്റെ ലംഘനങ്ങളെയും കർത്താവ് ദൈവം ക്ഷമിച്ചു തന്നു. ഹല്ലേലൂയ. ക്ഷമിക്കുക തന്നെ മാത്രമല്ല അത് തുടച്ചു മാറ്റിയിരിക്കുന്നു. തിരുവചനത്തിൽ ഹല്ലേലൂയ അനേക ഇടങ്ങളിൽ ഹല്ലേലൂയ നിങ്ങളുടെ പാപങ്ങളെ എന്തെയോ ഹല്ലേലൂയ കടലിലേക്ക് വലിച്ചെറിയപ്പെട്ടിരിക്കുന്നതിന് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ വിശുദ്ധ ഹല്ലേലൂയ ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ കഴുകൽ പ്രാപിച്ചവരാണെങ്കിൽ ഹല്ലേലൂയ കഴുകൽ പ്രാപിക്കുന്നതിന് വേണ്ടി ഹല്ലേലൂയ നമ്മൾ ഇതിൽ മുതൽമുടക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. കർത്താവേ നീ എന്റെ ഹല്ലേലൂയ പാപങ്ങളെ ചുമന്നു, ഹല്ലേലൂയ എന്റെ വേദനകളെ ചുമന്നു. ഹല്ലേലൂയ നിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നത് വിശ്വാസത്തോടെ നാം ഏറ്റെടുക്കുമ്പോൾ ഹല്ലേലൂയ അത് ഹല്ലേലൂയ വിടുതലായിട്ട് വ്യാപരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ ഇടയാകും. ഹല്ലേലൂയ. അതിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നു ഹല്ലേലൂയ യഹോവയുടെ നിയമവും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവന്റെ പാതകളൊക്കെയും ദൈവം സത്യവുമാകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം സത്യവും ഹല്ലേലൂയ നീതിയുമുള്ള ഒരു ദൈവം ഹല്ലേലൂയ നമ്മുടെ ദൈവമല്ലാതെ വരെ ആരും. ഹല്ലേലൂയ. നീതിയോടെ നടന്നാൽ ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ ഒരു നന്മയും മുടക്കുകയില്ല. ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ ശത്രു ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അനേക വഴുതുകൾ കൊണ്ടുവന്ന് ഹല്ലേലൂയ ദൈവസ്നേഹത്തിന് അകറ്റുവാൻ നോക്കും. അന്നേരമാണ് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ പ്രതികൂലങ്ങൾ. ഹല്ലേലൂയ. അല്ലാതെ ആർക്കും ഹല്ലേലൂയ ദൈവം അറിഞ്ഞുകൊണ്ട് ആർക്കും ഹല്ലേലൂയ ഒരു പ്രതികൂലം വരുത്തിയില്ല. എന്നാലല്ലയോ തീർപ്പുടെ ശോധന ചെയ്യും. ഹല്ലേലൂയ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ തോൽവിയും വിജയമുണ്ട്. അപ്പൊ ഹല്ലേലൂയ അതിനുവേണ്ടി ഈ മരുഭൂമി നമ്മളാക്കിയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും വേദനകളും ഒക്കെ വരുന്നുണ്ടായാൽ ഇതെന്തിനാണ് എനിക്ക് മാത്രമേ ഇതേ ഉള്ളൂ, മറ്റുള്ളവർക്ക് അതില്ലല്ലോ എന്ന് പലപ്പോഴും നാം വിളമ്പാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല. തീയിൽ കൂടെ നമ്മൾ ശോധന കടത്തിവിടുമ്പോൾ ഹല്ലേലൂയ അതിനെ നമ്മൾ ഏറ്റെടുത്താൽ ഹല്ലേലൂയ ഒന്നുപോലെ പുറത്തു വരുവാൻ. ഹല്ലേലൂയ. ആകയാൽ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തോട് അടുത്തിരുന്ന് ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ അവൻ സൗമ്യതയുള്ളവൻ മാത്രമല്ല. ഹല്ലേലൂയ സൗമ്യതയെ കുറിച്ച് പറയുമ്പോൾ യഹോവക്തനായ പുരുഷൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി അവന് കാണിച്ചു കൊടുക്കും. അതിന് 14-ാം വാക്യം യഹോവയുടെ സഹിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും, അവന്റെ നിയമം അവരെ അറിയിക്കും. ഹല്ലേലൂയ. നിയമം അവരെ അറിയിക്കും എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ അബ്രഹാമിനോട് ഹല്ലേലൂയ സോദോം ഗൊമോരയെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഹല്ലേലൂയ ദൈവം പ്ലാൻ പദ്ധതി ഇട്ടപ്പോൾ ഹല്ലേലൂയ അബ്രഹാമിനോട് പറഞ്ഞു ഹല്ലേലൂയ അബ്രഹാമേ എന്റെ ദാസനായ അബ്രഹാമേ നിന്നോട് പറയാതെ ഹല്ലേലൂയ ഞാൻ ഈ ദേശത്തെ നശിപ്പിക്കുകയില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ
സഹോദരി സഹോദരന്മാരോട് ഹല്ലേലൂയ ദൈവം അറിയിക്കാതെ ഒന്നും ചെയ്യില്ല. ഹല്ലേലൂയ. അത് പലപ്പോഴും നമ്മളത് കേൾക്കാറില്ല. ദൈവം അറിയിക്കുന്ന അരുളപ്പാടുകളും ദൈവം നമ്മളതിനെ പുറംകാലം കൊണ്ട് തട്ടിക്കളയും. ഹല്ലേലൂയ. എന്നാൽ അങ്ങനെയല്ല, നീ ഈ ഇതിനെ കൂടെ കടത്തി വിട്ടാൽ നിനക്ക് അതിന്റെ അന്ത്യം ഹല്ലേലൂയ മനോഹരമായിട്ട് മാറും. ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ നമ്മളെ പുനർ സർവീസിലൊക്കെ പറയാറുണ്ട്. ഹല്ലേലൂയ അല്ലെങ്കിൽ ഒരു പൂന്തോട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയിട്ട് ഹല്ലേലൂയ അതിന്റെ അധികാരി ഹല്ലേലൂയ മുട്ടുള്ളതും പൂവുള്ളതും ഹല്ലേലൂയ വിടർന്നു വരുന്നതുമായിട്ടുള്ള പല പുഷ്പങ്ങളെ കൊണ്ടുവന്ന് ഹല്ലേലൂയ ഇവൻ പറിച്ചെടുക്കുമ്പോൾ മറ്റുള്ളവർ ചോദിക്കുന്നു, ഇതെന്തിന് ഇത്തരം പറിച്ചെടുക്കുന്നത്, ഇത്ര ഇത് അതിന്റെ മനോഹര അതിന്റെ മണമൊന്ന് എല്ലാവരും ഒന്ന് ആസ്വദിക്കട്ടെ, ഇതെന്തിനാ ഇത്രയും ഇപ്പോഴേ ഇത് മുറിച്ചു കളയുന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. എന്നാൽ ഹല്ലേലൂയ എന്റെ ഫ്ലവർശാലയിലേക്ക് അത് കൊണ്ടുവന്നിട്ട് ഒരൊറ്റ ഇങ്ങനെ ഉണ്ടെന്ന് ലാസ്റ്റിലൊക്കെ മുടർന്ന് ആ പുഷ്പമായിട്ട് കണ്ട് ഹല്ലേലൂയ അതിന്റെ മനോഹരത കാണുമ്പോൾ ഹല്ലേലൂയ പറയും, യോ ഇതിനായിരുന്നെങ്കിൽ ഹല്ലേലൂയ എത്ര നന്നായിരിക്കുന്നു. അതുപോലുള്ള മനുഷ്യ ജീവിതം ഹല്ലേലൂയ പുനർ സർവീസിൽ ഹല്ലേലൂയ പലരും അത് പറയാറുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ വിശ്വാസം ഹല്ലേലൂയ ഇതുപോലെയാണ്. ഈ മരുഭൂമിയിൽ ഹല്ലേലൂയ പലപ്പോഴും നമ്മൾ പട്ടുപോകേണ്ട സ്ഥാനങ്ങളിലെല്ലാം ദൈവം വിടിവിച്ചു. ഹല്ലേലൂയ പലപ്പോഴും ശത്രുവിന്റെ ഹല്ലേലൂയ 15-ാം വാക്യത്തിൽ ഹല്ലേലൂയ പറയുന്നു, അവനെ കാലുകളെ വലയിൽ നിന്ന് വിടിവിക്കും. ഹല്ലേലൂയ. എന്താണ് വലയിൽ നിന്ന് പിടിക്കുന്ന 124-ാം സംഘത്തിലേതാന്ന് പറഞ്ഞോ, വേട്ടക്കാരന്റെ കണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ എന്റെ പ്രാണം വഴുതി പോയിരിക്കുന്നു. അങ്ങനെ ശത്രു ഏത് സമയം ഹല്ലേലൂയ കണി വെച്ചുകൊണ്ടിരിക്കും. അത് ദൈവവചനം അറിയത്തില്ല. അത് നമ്മൾ അറിയുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അതിനറിയിങ്ങനെ ബ്രസീലിലെ ആമസോൺ എന്ന് പറഞ്ഞ ഒരു നദിയുണ്ട്. ഈ നദിയുടെ 2 സൈഡിലും ഹല്ലേലൂയ വൻ കാടുകളാണ്. ഈ കാട്ടിൽ ഇഷ്ടംപോലെ താറാവ്. ഈ താറാവെല്ലാം ഇങ്ങനെ ഹല്ലേലൂയ ഈ വെള്ളത്തിൽ കിടക്കുന്ന തവളെ പിടിക്കുന്നതിന് വേണ്ടി തിന്നുന്നതിന് വേണ്ടി വെള്ളത്തിൽ ഇങ്ങനെ. അപ്പൊ അവിടെയുള്ള ആൾക്കാർ വളരെ ബുദ്ധിമാന്മാരാണ്. അവരെന്ത് ചെയ്യും, ഈ വാട്ടർ വേലാണ് അവിടെ വലിയ ഉണ്ടാകും. ആദ്യമേ വരണം, പിന്നെ വരണം മനുഷ്യൻ അങ്ങനെ ഈ വെള്ളത്തിൽ കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നതനുസരിച്ച് പുതിയ ഈ വാട്ടർ വേല ഇങ്ങനെ ഒഴുകി ഇത് അടുത്ത് ചെല്ലുമ്പോൾ ഇത് പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയൊക്കെ ചെയ്യും. പിന്നെ ഒന്നും ചെയ്യുന്നില്ലെന്ന് കാണുമ്പോൾ പിന്നെ ഇതിനെ കാര്യമാക്കാറില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത 4 വിട്ടതിന് ശേഷം 3 പിന്നെയും അല്ലെങ്കിൽ ഇതിന്റെ അകത്തെ എല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഇത് തലയിലൊക്കെ വെച്ചുകൊണ്ട് ഈ വെള്ളത്തിൽ ഈ മനുഷ്യൻ ഇങ്ങനെ തുള്ളി അപ്പൊ ഇത് വിചാരിക്കുന്നത് പഴയതുപോലെ ഒന്നും ചെയ്യത്തില്ലെന്ന്. അങ്ങനെ ദൈവം ഇതിനടുത്ത് വരുന്ന ഉടനെ ഇതിന്റെ കാലെ പിടിച്ച് വെള്ളത്തിലോട്ട് ഇട്ട് അവന്റെ മൂണിക്കെത്താം. അപ്പൊ ഇതിന് ചലിക്കുന്നതിന് പോലും വേണം നമുക്ക് അതിന് കിട്ടിയില്ല. ഇതുപോലാണ് ഹല്ലേലൂയ കണി വെച്ച് ഹല്ലേലൂയ ദൈവവൈദ്യനെ ഹല്ലേലൂയ ആരും അറിയത്തില്ല. ഹല്ലേലൂയ കണിയിൽ പെട്ട് കഴിഞ്ഞിട്ടാണ് അയ്യോ പെട്ടുപോയല്ലോ എന്ന് അറിയുന്നത്. ഹല്ലേലൂയ അറിയാതെ ഹല്ലേലൂയ ദൈവവചനം പറഞ്ഞല്ലോ, പാവിനെ പോലെ നിഷ്കളങ്കരും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരുമായിരിക്കണം. ഹല്ലേലൂയ തിരുവചനം നമ്മളെ ഹല്ലേലൂയ പഠിപ്പിക്കുന്നത് അതിനു വേണ്ടിയാണ്. ഹല്ലേലൂയ നാം പോകുന്ന പാത, നാം പോകുന്ന ഹല്ലേലൂയ പ്രവൃത്തി, നാം ചെയ്യുന്ന എല്ലാത്തിനും ഹല്ലേലൂയ നാം ബുദ്ധിയോട് ചെയ്യണം. ഹല്ലേലൂയ ദൈവനാമഹിതമല്ലാത്തത് ഒന്നും നമ്മളെ എടുക്കുവാനോ പറയാനോ ഹല്ലേലൂയ ചെയ്യുവാനോ ഒന്നിനും നമ്മൾ അതിനെ ഇടം കൊടുക്കരുത്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ നമുക്കൊരു തുറമുഖത്ത് ഹല്ലേലൂയ നിത്യതുറമുഖത്തെത്തും. അത് ഹല്ലേലൂയ അതിന്റെ ദൈവം ഇസ്രായേലിനെ അവരുടെ സകല കഷ്ടങ്ങളിൽ നിന്ന് വീണ്ടെടുക്കണമേ എന്നെല്ലാം പറയുന്നു. അതിന്റെ മുമ്പായിട്ട് പറയുന്നുണ്ട് ഹല്ലേലൂയ എനിക്ക് മനപ്പീടകൾ വച്ചിരിക്കുന്നു, എന്റെ സങ്കടങ്ങളിൽ എന്നെ വിടുവിക്കണമേ, എന്റെ അരിഷ്ടതയും അതിവേദനയും നോക്കണമേ. ഹല്ലേലൂയ ഇങ്ങനെ അപയാതന ഹല്ലേലൂയ കഴിക്കുന്ന കൂട്ടത്തില് ഇങ്ങനെല്ലാം പറഞ്ഞുകൊണ്ട് എന്റെ പ്രാണനെ കാത്ത് എന്നെ ജീവിക്കണമേ എന്നെല്ലാം പറഞ്ഞതിന് ശേഷമായിട്ട് ഹല്ലേലൂയ ഭക്തൻ പറയുകയാണ് ഹല്ലേലൂയ സഹിത്വം എന്ന് പറയുന്ന ഹല്ലേലൂയ ദൈവത്തിന്റെ സഹിത്വം എന്ന് പറയുന്നതിന് ആലോചനയൊന്നും രഹസ്യമെന്നും ഒരർത്ഥമാണ്. ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ രഹസ്യങ്ങൾ ഹല്ലേലൂയ എല്ലാവരോടും ഒന്നും പറയത്തില്ല, അതിനോട് അടുത്തിരിക്കുന്നവരോട്. ഹല്ലേലൂയ ഇപ്പൊ നമ്മൾ പ്രവാചകനും പ്രവാചിക്കും മാത്രമാണ്. അങ്ങനല്ല. ദൈവത്തിലെ നീ ഒരു കർത്താവിന്റെ ഒരു പൈതലാണെങ്കിൽ നിന്നോട് രാത്രിയോടെ യാമങ്ങൾ ഉറങ്ങുമ്പോഴും പറയാം, അല്ലാത്തപ്പോഴായാലും കൃത്യമായിട്ട് സംസാരിക്കണം. മകനെ മോളെ ഇങ്ങനല്ല, നിന്റെ പാത ഇതല്ല, നീ അത് ചെയ്യും, നീ ഇത് ചെയ്യും, എന്നെ പിന്തുടർ. ഹല്ലേലൂയ സകത്വം ഹല്ലേലൂയ യഹോവയുടെ സകത്വം ഹല്ലേലൂയ തന്റെ ഭക്തന്മാർക്ക് കർത്താവിലേക്കും വെളിപ്പെടുത്തി. ഹല്ലേലൂയ അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ അങ്ങനെയുള്ള ഒരു ഭക്തനാണെങ്കിൽ ഒരു കണിയിലും ശത്രുവിന്റെ കണിയിൽ അകപ്പെടുവാനെ കൊണ്ട് ഇടയാകില്ല. ആകയാൽ ദിവസങ്ങളിൽ ഹല്ലേലൂയ ശത്രുവിന്റെ കണികളെ കാണുന്നതിന് മുമ്പ്, അറിയുന്നതിന് മുമ്പ്, കേൾക്കുന്നതിന് മുമ്പ് ഹല്ലേലൂയ അവനെ അറിയുവാനുള്ള ജ്ഞാനം കർത്താവേ എനിക്ക് തരണേ എന്ന ദൈവത്തിന്റെ പ്രാർത്ഥിച്ചുകൊണ്ട് ഹല്ലേലൂയ നമ്മുടെ വിശ്വാസത്തോടെ മുമ്പോട്ട് കൂടുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ.
ഹല്ലേലൂയ. അങ്ങനെ ദൈവം നല്ലവനെന്ന് തെളിയിക്കുന്ന 4 കാര്യങ്ങളാണ് ഹല്ലേലൂയ ഈ സങ്കീർത്തനത്തിൽ മൊത്തം 3-4 പ്രാവശ്യമുള്ളത്. പാപികളെ നേർവഴി കാണിക്കുന്നു, സൗമ്യതയുള്ളവരെ ന്യായത്തിൽ നടത്തുന്നു, സൗമ്യതയുള്ളവർക്ക് തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു, ദൈവ കൽപ്പനകൾ ആചരിക്കുന്നവർക്ക് ദൈവം സത്യവും വെളിപ്പെടുത്തുന്നു. ഇങ്ങനെ ഹല്ലേലൂയ അനേക കാര്യങ്ങൾ ഹല്ലേലൂയ ഹല്ലേലൂയ തിരുവനന്തപുരത്ത് അനേക വേദവാക്യങ്ങൾ എടുത്തു പറയാനുണ്ട്. ഹല്ലേലൂയ സഭയില്ലാത്തവരെ ഞാനത് പോകുന്നില്ല. ഹല്ലേലൂയ എന്നാൽ ഹല്ലേലൂയ ദൈവം നമുക്ക് എത്ര വിശ്വസ്തനായിരുന്നു. ഹല്ലേലൂയ അവസാനത്തിൽ പറയുന്നത് ദൈവമേ ഇസ്രായേലിനെ അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കണമേ. ഹല്ലേലൂയ എഫെസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട് ഹല്ലേലൂയ നമ്മെ വീണ്ടെടുത്തി ഹല്ലേലൂയ നമ്മെ അവന്റെ വീണ്ടെടുക്കും. ഹല്ലേലൂയ അല്ലെങ്കിൽ വിലയ്ക്ക് വാങ്ങി ഹല്ലേലൂയ ഹല്ലേലൂയ മക്കളും അവകാശികളുമാക്കി തീർക്കുന്നു. ഹല്ലേലൂയ അവിടെ ശ്രേഷ്ഠമായിട്ട് എഴുതിയിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ എന്തുകൊണ്ടെന്നറിയോ കാൽവരിയുടെ രക്തം കൊണ്ട്. ഹല്ലേലൂയ നമ്മെ വിലയ്ക്ക് വാങ്ങി ഹല്ലേലൂയ മക്കളും അവകാശികളും വന്നു. എന്നാൽ ഹല്ലേലൂയ നാം ദൈവം പലപ്പോഴും അത് അറിയുന്നു. അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ഹല്ലേലൂയ ഇത് നമുക്കൊന്നും മുതൽ മുടക്കില്ലല്ലോ. നാം ദൈവസനത്തിൽ നിഷ്കളങ്കരായി നിന്ന് കഴിഞ്ഞാൽ ദൈവം നമ്മളെ ഹല്ലേലൂയ നടത്തിയ വിധങ്ങളെ ഓർത്തോർത്തോർത്തോർത്ത് ദൈവത്തിന്റെ സ്തുതി പാടണം. ഹല്ലേലൂയ പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടത് ശരീരത്തിൽ ഹല്ലേലൂയ നമ്മുടെ പാവങ്ങളെ നമ്മുടെ രോഗങ്ങളെ വേദനകളെ ചുമന്നുകൊണ്ട് കർത്താവ് കാൽവരിയിൽ തകർക്കപ്പെട്ടതുകൊണ്ട് ആ രക്തത്തിന്റെ വിലയാണ് ഹല്ലേലൂയ എന്നെ ഭരിച്ചിരുന്നത്, എന്നെ നടത്തുന്നത്, എന്നെ ഓരോ ദിവസം കരം പിടിച്ച് നടത്തുന്നുള്ള അബോധം നമ്മളെ ഓരോരുത്തരും ഭരിച്ചു നടക്കാൻ കണ്ടല്ലോ. ഇതെല്ലാം മാറ്റി വേണ്ടാത്ത എല്ലാവരോടും ഒഴിഞ്ഞുകൾ. ഹല്ലേലൂയ ആകിയാൽ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മുടെ വീണ്ടെടുപ്പിനെ ഓർത്തുകൊണ്ട് ഹല്ലേലൂയ വിലയേറിയ വീണ്ടെടുപ്പിനെ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ എപ്പോഴും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുക മാത്രമല്ല നന്ദി പോവുകയും. ഞാൻ എന്റെ ആയിരുന്ന സ്ഥാനത്ത് ഹല്ലേലൂയ പാപക്കുഴിയിലായിരുന്നു, ഹല്ലേലൂയ പാപ ജീവിതത്തിലായിരുന്നു. ഹല്ലേലൂയ ആർക്കെന്നോട് സ്നേഹമില്ലാതെ ഹല്ലേലൂയ ഒരു കനിവില്ലാതിരുന്ന സ്ഥാനത്ത് നിന്നാണല്ലോ നീ എന്നെ സ്നേഹിച്ചല്ലോ, നീ എന്നെ വീണ്ടെടുത്തല്ലോ, നിന്റെ രക്തം എനിക്ക് വേണ്ടി തന്നല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഈ ലോകത്തിന് അനുഭവമാകാതെ ഹല്ലേലൂയ നന്മയും പൂർണ്ണയും ദൈവപ്രസാദമുള്ള തിരികെ എടുക്കുവാനുള്ള ഭാഗ്യം എനിക്ക് തന്നല്ലോ എന്ന് ഓർത്തുകൊണ്ട് നീ ഒരു ദൈവവേദന ഹല്ലേലൂയ അവന്റെ യാത്രയിലെ വിശ്വാസ ഓട്ടക്കളത്തിൽ ഓട്ടം സ്ഥിരതയോട് ഓടുവാൻ ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ ഓട്ടത്തിൽ ഹല്ലേലൂയ പലപ്പോഴും ദുഷ്ടന്റെ ഹല്ലേലൂയ കണിയിൽ അകപ്പെടാതെ ഹല്ലേലൂയ ഹല്ലേലൂയ നമുക്ക് എല്ലാവർക്കും അതിന് ഇടയാകണമെങ്കിൽ നാം ദൈവത്തിന്റെ പ്രാർത്ഥനയുള്ളവരായിരിക്കും, ആ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കും, ആ ദൈവത്തോട് ഹല്ലേലൂയ പ്രാഗൽഭ്യമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ ആകയാൽ അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ വിശ്വാസത്തിൽ വിശ്വാസ ഓട്ടക്കളത്തിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു കളി നമ്മുടെ ഹല്ലേലൂയ അതിന് തകർക്കാൻ കഴിയില്ല. ഹല്ലേലൂയ നമ്മൾ വിചാരിക്കും ഹല്ലേലൂയ അവരെനിക്ക് ചെയ്തു ഇവരെനിക്ക് ചെയ്തു, അങ്ങനെയല്ല. ഹല്ലേലൂയ നാം പലപ്പോഴും ദൈവത്തിന്റെ പരിശോധനകളാണ് വിശ്വാസത്തിന്റെ ഹല്ലേലൂയ പരിശോധന വിലയേറിയതെന്നാണ് ഹല്ലേലൂയ തിരുവചനം വായിക്കുന്നത്. ഹല്ലേലൂയ അങ്ങനെ വിലയേറിയ ആ പരിശോധനയിൽ കൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ ഹല്ലേലൂയ നമുക്കുള്ള ആ തക കിരീടങ്ങളെ ഹല്ലേലൂയ പ്രാപിക്കാനായിട്ട് കഴിയുള്ളൂ. ആകയാൽ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ സമയം അടുത്തു, അധികം ദൂരമൊന്നുമില്ല. നമ്മുടെ ഇനി അന്ന് എത്ര ദിവസം നമ്മൾ ഓടുമെന്ന് ആക്കരുത്. ഹല്ലേലൂയ ആകയാൽ നമ്മുടെ ഓട്ടം സ്ഥിരതയോട് ഓടുവാൻ സ്വർഗീയമായ കർത്താവ് ഹല്ലേലൂയ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് വചനമായി കേട്ടോതിനർത്ഥം കർത്താവിനോട് സ്തുതിക്കാം. യഹോവയുടെ സകലത്വം തന്റെ ഭക്തന്മാർണ്ടാകും, അവൻ തന്റെ രഹസ്യം അവരെ അറിയിക്കും. കർത്താവ് നമ്മളെ തന്റെ രഹസ്യങ്ങൾ അറിയിക്കുന്ന കർത്താവാണ്. ഇത്രമേലും വിശ്വസിക്കുന്നു. നമുക്ക് കർത്താവിനോട് സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ സാക്ഷ്യത്തിനുള്ള സമയമാണ്. എന്തെങ്കിലും സാക്ഷ്യ വിഷയങ്ങളോ പ്രാർത്ഥനാ വിഷയങ്ങളോ പൊതുസഭയെ അറിയിക്കാനുള്ളവർക്ക് ഇപ്പോൾ എഴുന്നേറ്റത് പ്രസ്താവിക്കാവുന്നതാണ്. ആരുമില്ലെന്ന് വിചാരിക്കുന്നു. ഈ ആഴ്ചത്തെ പ്രോഗ്രാം എന്ന് പറയട്ടെ. നാളെ മൺഡേ 8 മണിക്ക് കോർപ്പറേറ്റ് പ്രയർ, ബുധനാഴ്ച 7:30 മണിക്ക് ഇവിടെ വെച്ച് ബൈബിൾ ക്ലാസ് അപ്പോസ്തലർ പ്രവർത്തിക്കുന്നു, കർത്താവിന്റെ ദാസൻ പഠിപ്പിക്കുന്നു. വ്യാഴാഴ്ച രാവിലെ 11 മണിക്കത്തെ മീറ്റിംഗ് ബ്രദർ വർഗീസ് സക്രിയയുടെ ഭവനത്തിൽ വെച്ചാണ്. അതുപോലെ വെള്ളിയാഴ്ച രാവിലത്തെ സഹോദരിമാരുടെ മീറ്റിംഗ് സിസ്റ്റർ ഏലിയാമ്മ ജോൺസിന്റെ ഭവനത്തിൽ വെച്ച് നടക്കുന്നു. 7:30 മണിക്ക് വൈകിട്ട് വെള്ളിയാഴ്ച 7:30 മണിക്ക് ഇവിടെ വെച്ച് പ്രാർത്ഥന
മീറ്റിങ്ങും YCയും ഉണ്ടായിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ശനിയാഴ്ചത്തെ പ്രോഗ്രാം ശനിയാഴ്ച 4:30 മണിക്ക്, 4:30 മണിയാണ്, 7:30 മണിയല്ല, 4:30 മണിക്ക് ഇവിടെ വെച്ച് നാക്കോഗിന്റെ പ്രൊമോഷണൽ 6:30 6:30 മണിക്ക് നാക്കോഗിന്റെ പ്രൊമോഷണൽ മീറ്റിംഗ് നടക്കുന്നു. അത് വെറും പ്രൊമോഷണൽ മീറ്റിംഗും ഫണ്ട് റൈസിംഗും മാത്രം ഒന്നുമുള്ള പരിപാടിയല്ല. ഇത് വർഷിപ്പ് നൈറ്റ് കൂടാണ്. അത് ഈ ചർച്ച് വെച്ച് നടക്കുന്നു. ആരാധനാ കൂട്ടം ഈ ചർച്ച് വെച്ച് നടക്കുന്നു. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും വന്ന് സംബന്ധിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ പാസ്റ്റർ ബെഞ്ചമിൻ ആണ് ഈ വർഷത്തെ നാക്കോഗിന്റെ വൈസ് പ്രസിഡന്റ് എന്നുള്ളത് ഓർത്ത് നമ്മളെല്ലാവരും വന്ന് സഹകരിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇന്നലെ നടന്ന ജനറൽ ബോഡിയില് ഒഫീഷ്യൽസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പേരുകൾ ഞാൻ ഒന്ന് വായിക്കണമെന്ന് പാസ്റ്റർ പറഞ്ഞത് കൊണ്ട് വായിക്കുന്നു. ഇന്നലെ ഇവിടെ ജനറൽ ബോഡി കൂടി വന്നവരത് അത് സംബന്ധിച്ചു റിപ്പോർട്ട് വായിച്ച് പാസ്സാക്കി. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ റിപ്പോർട്ട് വായിച്ച് പാസ്സാക്കി. അതിനുശേഷം 2017, 17, 18 2 കൊല്ലത്തേക്കാണ് തെരഞ്ഞെടുപ്പ്. 2017, 18 ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഞാനൊന്ന് വായിക്കുന്നു. സെക്രട്ടറി ജോൺസൺ കെ തോമസ്, ട്രഷറർ മാത്യു തോമസ്, അല്ലെങ്കിൽ ബിബിൻ. മാത്യു തോമസ് എന്നുള്ള പേര് പലർക്കും അറിഞ്ഞുകൂടായിരിക്കാം, എന്നാൽ ബിബിനാണ് അടുത്ത പ്രാവശ്യത്തെ 2 കൊല്ലത്തേക്കുള്ള ട്രഷറർ. സെൻട്രൽ സ്കൂൾ ഡയറക്ടറായിട്ട് ഷാജി മാത്യു തെരഞ്ഞെടുക്കപ്പെട്ടു. അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ആയിട്ട് റോബിൻ സണ്ണി, റേച്ചൽ തോമസ് എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. കമ്മിറ്റി മെമ്പേഴ്സ് ആയിട്ട് പ്രസാദ് വർഗീസ്, ചാർലി ഷാമുവൽ, എബ്രഹാം ജോയ്, ബാബു പിയോ, ഷാജി മാത്യു എന്നീ സഹോദരങ്ങളെ തിരഞ്ഞെടുത്തു. യൂത്ത് ഡയറക്ടറായിട്ട് റിച്ചാർഡ് സണ്ണിയെ തിരഞ്ഞെടുത്തു. വർഷിപ്പ് കോർഡിനേറ്റേഴ്സ്, ഇംഗ്ലീഷ് വർഷിപ്പ് കോർഡിനേറ്റേഴ്സ് ആയിട്ട് കഴിഞ്ഞ വർഷത്തെ കോർഡിനേറ്റേഴ്സ് ആയിരുന്ന രഞ്ജു മാത്യു, കെസിയ ബാബു എന്നിവർ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു. സിസ്റ്റേഴ്സ് ഫെലോഷിപ്പിന്റെ കോർഡിനേറ്റേഴ്സ് ആയിട്ട് സിസ്റ്റർ ഏലിയാമ്മ ജോൺസ്, സിസ്റ്റർ റോസമ്മ തോമസ് എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. മെൻസ് മിനിസ്ട്രിയുടെ കോർഡിനേറ്റർ ആയിട്ട് നമ്മുടെ മോനു മാത്യു സക്കറിയ, മോനു മാത്യു എന്നാണ് ഒഫീഷ്യൽ നെയിം, തിരഞ്ഞെടുക്കപ്പെട്ടു. യങ് വിമൻസ് മിനിസ്ട്രി നീന തോമസ്, ജൂനിയർ കൊയർ ലിഡിയ ബാബു and Shaina Matthew, mission coordinator brother K. Paul, Malayalam choir coordinator brother Charles Samuel, Hindi choir coordinator brother Matthew Thomas. അതുപോലെ തന്നെ ബിൽഡിംഗ് പണിയുടെ കാര്യങ്ങൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിച്ചു. കർത്താവ് സഹായിച്ചാൽ ബിൽഡിംഗ് പണി ഈ വർഷത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു തരുമെന്ന് നമുക്കെല്ലാം ഒന്ന് വിശ്വസിച്ച് കർത്താവിനെ ഒന്നുകൂടെ സ്തുതിക്കാം. നമ്മുടെ ഇടുക്കങ്ങളെയും ഞെരുക്കങ്ങളെയും മാറ്റി നമ്മുടെ വിശാലതയിലേക്ക് അവനെ വിശാലതയിലേക്ക് കൊണ്ടുവരുന്നിരിക്കുന്നു എന്നുള്ള വചനപ്രകാരം നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന കർത്താവ് അത് നമുക്ക് സാധിപ്പിച്ചു തരും. അതിനുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. നമ്മുടെ പാർക്കിങ്ങിന്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഈ ചില കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടാനുണ്ട്. അതുകൊണ്ട് പ്രത്യേകം എല്ലാവരും എല്ലാ പ്രാർത്ഥനകളിലും അത് ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും പറയാനില്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഒരു പാട്ട് പാടി സ്തോത്രാഴ്ച എടുക്കുന്നതായിരിക്കും. ആ സമയത്ത് ദശാംശവും സ്തോത്രകാഴ്ചയും അനുപൂർവദാനങ്ങളൊക്കെ അർപ്പിക്കുവാനുള്ള അവസരമാണ്. ഈ സമയത്ത് എല്ലാ വിഷയങ്ങളെയും സ്തോത്രകാഴ്ചയും എല്ലാ കാര്യങ്ങളെയും ഓർത്ത് ബാബു പ്രിയോ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. കൂടെ ഇരുന്ന് ഞങ്ങളെ ഒരു വഴി നടത്തണം, സഹായിക്കണം.
നന്ദിയോടെ സ്തോത്രത്തോടെ സഹായിച്ചല്ലോ. വീടിന്റെ ശക്തി ആയിരിക്കുമ്പോൾ എന്റെ കൃപയുടെ മറച്ചാട്ട് സ്തോത്രം സ്തോത്രമാനം Thank you.
അടുത്ത വർഷത്തെ 2 പ്രാർത്ഥനകളും ഉപവാസ പ്രാർത്ഥനകളും മറന്നു പോകരുതെന്ന് ഓർപ്പിക്കുന്നു. 21 days മറ്റേ ഓരോ ദിവസത്തെ പ്രാർത്ഥനയും ഉപവാസ പ്രാർത്ഥനകൾ സമയമെടുത്ത് വരുന്നവരാണെന്ന് അറിയാം, അതുകൊണ്ട് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ശനിയാഴ്ച വൈകിട്ട് 6:30 അത് പ്രൊമോഷൻ മീറ്റിംഗ് വിളിക്കുന്നു എന്നേ ഉള്ളൂ. എല്ലാവരും വരണം. 2-3 കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, അനുഗ്രഹീതമായ നിലയിൽ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ്റെ നമ്മുടെ സഹോദരങ്ങളാണ് നീതി അതിനകത്തുള്ളത്. മലയാള ഭാഷ ടീമും ഇംഗ്ലീഷ് ഭാഷ ടീമും പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കും. ഒരു 10-15 മിനിറ്റ് ദൈവ ശുശ്രൂഷ ഉണ്ടായിരിക്കും. അതിനോട് ബന്ധപ്പെട്ട് ഒരു 20 മണിക്കൂർ നാക്കോവിൻ്റെ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. അതായത് മീറ്റിങ്ങിൻ്റെ ഓർഡർ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കടന്നു വരണം, ആരും വരാതിരിക്കരുത്. അതിനുശേഷം ആഹാരം ഉണ്ടായിരിക്കും. അപ്പോൾ വരുന്ന അനുസരിച്ചാണ് ആഹാരം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് എല്ലാം കൂടെ കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കടന്നു വരണം. സപ്പോർട്ട് കടന്നു വരുന്നത് ഞങ്ങൾക്കൊരു സന്തോഷം ആണ്. കാരണം മറ്റ് സ്റ്റേറ്റിൽ നിന്ന് ആളുകൾ കടന്നു വരും, മറ്റ് ഇവിടെയുള്ള മറ്റ് ചർച്ച് കോളേജ് ആളുകൾ കടന്നു വരും. സഭയിൽ ആളുകൾ വരാതിരുന്നാൽ അത് ലൂസോക്കൂടുന്നുണ്ട്. നിങ്ങളെല്ലാവരും കടന്നു വരിക. ഇവിടെ പണപ്പിരിവില്ല. പ്രൊമോഷൻ മീറ്റിങ്ങിനും ഞങ്ങൾ PYFയുടെ കമ്മിറ്റി വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചു, കമ്മിറ്റി ഒരിക്കലും പണപ്പിരിവില്ല. പ്രൊമോഷൻ മീറ്റിംഗും പണപ്പിരിവില്ല. പ്രൊമോഷൻ മീറ്റിംഗ് പണപ്പിരിവല്ല. നേരത്തെ തിരിച്ചവരെ കൊണ്ടുവന്ന് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ വെച്ച് വരുന്ന ഓഡിയൻസിന് നോ പ്രഷർ, നത്തിങ്, ഒന്നുമില്ല. അങ്ങനെ പ്രൊമോഷൻ നടക്കത്തില്ല. സാധാരണ ഒരു വർഷം മീറ്റിംഗ് ആയിരിക്കും. അതിനിടയ്ക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് തരും. പിന്നെ അതിനിടയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നവർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കും. ഇത്രയും മാത്രമാണ് നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പണം കൊടുക്കേണ്ടി വരുമെന്ന് ഓർത്ത് അങ്ങനെ ഒരു ചിന്ത പോലും വേണ്ട എന്ന് ഓർപ്പിക്കുന്നു. കണ്ണടച്ചിരിക്കുന്ന സമയത്തൊക്കെ ഇന്ത്യക്ക് എല്ലാവരും പോയിട്ട് വരുന്നുണ്ട്. ത്രേസ്യമ്മ നിങ്ങളാരും പോയെന്ന് പോലും നിങ്ങൾ അറിഞ്ഞിരുന്നു എനിക്കറിയാം. പോയി വന്നു, യാത്രയെ സഹായിച്ച് ഇപ്പോഴും രാജ്യ നാട്ടിലായിരിക്കുന്നു. ഓർക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു. അല്പസമയം ദൈവത്തിലൂടെ ശ്രദ്ധയായിരിക്കാം. നെഹമ്യാവിന്റെ പുസ്തകം 11-ാം അധ്യായം. നെഹമ്യാവിന്റെ പുസ്തകം we are coming to the close. നെഹമ്യാവിന്റെ പുസ്തകം അവസാനത്തിലേക്ക് കടന്നു വരികയാണ്. ഇന്ന് ഒരു ദിവസം കൂടെ ചിലപ്പോൾ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ സൂക്ഷിക്കുന്നതായിരിക്കും ഈ സീസണിൽ. നെഹമ്യാ പുസ്തകം 11-ാം അധ്യായം 1-2 വാക്യങ്ങളൊന്ന് വായിച്ച് സഹായിച്ചാൽ. ഒരു വാക്യം വായിച്ചു. അതിന്റെ വാക്യം സ്വമേധ യെരൂശലേമിൽ പാർക്കുവാൻ തീരുമാനിച്ചവർ. നെഹമ്യാവിന്റെ പുസ്തകത്തിലോട്ട് നോക്കുമ്പോൾ നെഹമ്യാവിന്റെ ജീവിതം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ആപ്ലിക്കേഷൻ കൊണ്ടുവരാവുന്ന ക്യാരക്ടേഴ്സ് ലീഡർഷിപ്പിൽ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് നെഹമ്യാവ്. നെഹമ്യാവിന്റെ ലീഡർഷിപ്പ് സ്കിൽ പഠിക്കുവാൻ പറ്റിയ ഒരു ലീഡർഷിപ്പ് സ്കില്ലാണ്. നെഹമ്യാവ് കർത്താവിനോട് ചേർന്ന് ഇരുന്ന ഒരു വ്യക്തി. ദൈവത്തിന്റെ പൈതൃക ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ആണ്. ഈ നെഹമ്യാവിന് തന്റെ വിളിയെ കുറിച്ച് അറിയാമായിരുന്നു. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന വിളി എന്തെന്ന് ഉറപ്പാക്കണം. എല്ലാ വ്യക്തികൾക്കും ഒരു വിളിയുണ്ട്. എല്ലാവരെയും ദൈവം ചുമ്മാതെ എങ്ങും ചെയ്യത്തില്ല. ദൈവം, ഞാൻ പണ്ട് കഴിഞ്ഞ ദിവസം കണ്ട് പറഞ്ഞതാണ്, 2 ചെവി വെച്ച എന്തിനാണ് ചോദിച്ചതല്ലയോ അപ്പൊ കണ്ണാടി വെക്കാൻ. ദൈവം ചുമ്മാതെ ഒന്നും ചെയ്യത്തില്ല. ദൈവം എന്തെങ്കിലും ചെയ്തെങ്കിൽ നിനക്കും എനിക്കും ഈ ഭൂമിയിൽ ജനിക്കുവാൻ തക്കവണ്ണം ദൈവം അനുവദിച്ചെങ്കിൽ ദൈവം നമുക്കൊരു വലിയ കോളിംഗ് നൽകിയിട്ടുണ്ട്. ആ കോളിംഗ് മനസ്സിലാക്കിയാത്ത വ്യക്തികളാണ് ജീവിതത്തിൽ തോറ്റു പോകുന്നത്. നെഹമ്യാവിന്റെ ജീവിതം മുഴുവൻ അവർ പഠിച്ചതാണ്. 4 വർഷങ്ങൾ പഠിച്ചു. എത്ര എതിർപ്പ് വന്നിട്ടും അതിന്റെ മധ്യത്തിൽ തന്റെ വിളി എന്തെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. തന്നിൽ ഉള്ള കഴിവ് എനിക്കറിയാമായിരുന്നു. എന്നെ കൊണ്ട് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്കിത് മുഴുവൻ ചെയ്യുവാൻ കഴിയും. എനിക്ക് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് ചെയ്തെടുക്കുവാൻ കഴിയുമെന്ന് പൗലോസ് പറയുന്നു. കാരണം
എന്നെ ഈ ജോലിക്ക് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ ഈ നഴ്സിംഗ് കരിയർ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ ഈ ഓഫീസിൽ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, എന്നെ ഒരു കമാൻഡർ ആക്കി വെച്ചിട്ടുണ്ട് എങ്കിൽ, എന്നെ ഒരു CEO ആക്കി വെച്ചിട്ടുണ്ട് എങ്കിൽ, എന്നെ കൊണ്ട് കഴിയും എന്ന് നീ പറയാത്തിടത്തോളം കാലം നിനക്ക് ചെയ്യാനാവുന്നില്ല. പിശാച് പറയും നിന്നെ കൊണ്ട് പറ്റത്തില്ല, ഈ കുടുംബം നിന്നെ കൊണ്ട് നോക്കുവാൻ പറ്റത്തില്ല, ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ കൊണ്ടുപോകാൻ കഴിയത്തില്ല. നെഹമ്യാവ് ഹല്ലേലൂയ തന്നെ കൊണ്ട് കഴിയും എന്ന് തന്റെ ജീവിതത്തിൽ പറയുവാനിടയായി. അടുത്ത് തന്റെ ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നത് വിവേചനപരം, വിവേചിക്കുന്ന സ്വഭാവം നിനക്ക് വേണം. നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാവരും നിന്റെ സ്നേഹിതരാണെന്ന് കാണിക്കുന്നെങ്കിലും സ്നേഹിതരല്ല. ഹല്ലേലൂയ. നിന്റെയും എന്റെയും ജീവിതത്തിൽ ജോലി തലത്തിലും കുടുംബതലത്തിലും വ്യക്തിതലത്തിലും ആത്മമണ്ഡലങ്ങളിൽ കടന്നു വരുന്ന എല്ലാവരും നിന്റെ ചങ്ങാതികളല്ല. അപ്പൊ കടന്നു വരുന്നവരെയും വ്യക്തികളെയും ജീവിതങ്ങളെയും സാഹചര്യങ്ങളെയും വിവേചിച്ചു വേണം നീ ജീവിതത്തിൽ അടുപ്പിക്കുവാൻ. നെഹമ്യാവ് തന്റെ ജീവിതത്തിൽ ശുശ്രൂഷ തുടങ്ങി കഴിഞ്ഞപ്പോൾ തന്റെ അടുക്കൽ വ്യക്തമായി ഓരോന്നും കടന്ന് തനിക്ക് മനസ്സിലായി. സൻബലത്ത് വന്നിരിക്കുന്ന ഇതിന്, തോബിയാവ് വന്നിരിക്കുന്ന ഇതിന്. ഓരോ വ്യക്തികളും നിന്റെയും എന്റെയും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഒരു കടന്നു വരുന്ന ആരെ എവിടെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഉദ്ദേശം കർത്താവ് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വെളിപ്പെടുത്തി തരും. നീ ഒരു ദൈവത്തിനാണെങ്കിൽ ധൈര്യമുള്ളവനായിരുന്നു, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുവാൻ ദൈവത്തിന്റെ വചനം നമ്മെ കുറിച്ച് പറയുന്നു. നെഹമ്യാവ് തന്റെ ജീവിതത്തിൽ പണികൾ തുടങ്ങി കൊണ്ടുവന്നത് ഇതുവരെയും നോക്കിക്കഴിഞ്ഞാൽ ജ്ഞാനം ഉപയോഗിച്ചു പ്രാർത്ഥനയിൽ ഒത്തിരി സമയം ചെലവഴിച്ച വ്യക്തിയാണ് ഈ നെഹമ്യാവ് കാണുവാൻ കഴിയുന്നു. നിന്റെയും എന്റെയും ജീവിതത്തിലോ ജ്ഞാനവും ദൈവത്തിൽ തന്നിരിക്കുന്ന ജ്ഞാനവും പ്രാർത്ഥനയും ഉപയോഗിച്ചാൽ ഇന്ന് നീ കടന്നു പോകുന്ന സകല വിഷയത്തിന്റെ മേലും ജയമെടുക്കുവാൻ നിനക്ക് കഴിയും. 52 ദിവസം കൊണ്ട് മതിൽ പണിയത് കഴിഞ്ഞു. എതിർപ്പുണ്ടായിരുന്നു, ലോകം മുഴുവൻ പറഞ്ഞു നടക്കത്തില്ല എന്ന്. ഹല്ലേലൂയ. അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം വന്നതിന്റെ മധ്യത്തിലും നെഹമ്യാവ് പണിതെടുത്തതിന് കാരണം പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. ജ്ഞാനം ഉപയോഗിച്ച് പ്രവർത്തിച്ച് കാണുവാൻ കഴിയുന്നു. പിന്നെ കാണുവാൻ കഴിയുന്നത് നമ്മൾ എന്തോ പ്രവർത്തനം ചെയ്യുന്നുവെങ്കിലും ദൈവം നമ്മോട് കൽപ്പിക്കുന്നതും ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നതും ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. വാഗ്ദത്തം പ്രാപിക്കുന്നത് നല്ലത്. വാഗ്ദത്തം പ്രാപിക്കുമ്പോൾ എല്ലാ വാഗ്ദത്തവും കണ്ടീഷനാണ്. ഒറ്റ വാഗ്ദത്തം പോലും കണ്ടീഷനില്ലാതിരിക്കത്തില്ല. ഉദാഹരണം പറഞ്ഞാല് നയമാനോട് പറയുന്നു, നയമാനെ കുഷ്ഠരോഗത്തിൽ നിന്ന് നിനക്ക് സൗഖ്യം തരും. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, ഹ്യൂമൻ റീസണിംഗ് ഉപയോഗിച്ചല്ല, യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങാൻ തയ്യാറാണെങ്കിൽ 6 പ്രാവശ്യം മുങ്ങിയിട്ട് കർത്താവേ എന്ത് അടുത്ത വർഷം ഞാൻ 2ാമത് മുങ്ങിക്കോളാം എന്ന് പറഞ്ഞില്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വ്യക്തികൾ മറന്നു പോകരുത്. ദൈവം കണ്ടീഷനായിട്ടാണ് ചെയ്യുന്നത്. ദൈവം ഈ വർഷം ഇന്നത് ചെയ്യുമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ജീവിതത്തിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്ത കാര്യങ്ങളെ ക്രമപ്പെടുത്തണം. നയമാനോട് അനേക വാക്യങ്ങളോ ദൈവത്തിന്റെ സന്നിധിയെ കാണുവാൻ കഴിയുന്നുണ്ട്. അത്ഭുതം പ്രവർത്തിക്കുവാനായിരിക്കും കടഭാരത്തിലായിരിക്കുന്ന വ്യക്തിയോട്, വിധവയോട് പറയുകയാണ്, നീ ഒരു പണി ചെയ്യ, പാത്രമെടുക്ക, എണ്ണയൊഴിക്ക, മക്കളെ വിളിച്ചു, മക്കളെ വാങ്ങിക്കൊണ്ട് അയൽപക്കത്തുള്ള എല്ലാ ഭവനങ്ങളിൽ ചെന്ന് പാത്രങ്ങൾ കടം വാങ്ങിക്കൊണ്ടുവരിക. കാരണം എന്താ? എന്നോട് ദൈവം പറഞ്ഞിരിക്കുന്നു, ദൈവിക ആലോചന എന്റെ മേൽ വന്നിരിക്കുന്നു, ഒഴിക്കുവാൻ തക്കവണ്ണം പാത്രം കൊണ്ടുവെക്കണം. അപ്പോൾ ആ വ്യക്തി പറയുകയാണ്, വചനം അങ്ങനെയാണ് പറഞ്ഞു വരുന്നത്, അവസാനത്തെ പാത്രത്തിലും ഒഴിച്ച് കഴിഞ്ഞപ്പോൾ എണ്ണയുടെ ഒഴുക്ക് നിന്നു. എണ്ണയുടെ ഒഴുക്ക് നിന്നപ്പോൾ പാത്രം എത്തിയല്ല, പാത്രം നിറഞ്ഞത് കൊണ്ടാണ് എണ്ണയുടെ ഒഴുക്ക് നിന്നത്. കുറച്ചുകൂടി പാത്രം അവിടെ ഉണ്ടായിരുന്നു എങ്കിൽ പിന്നെയും ഒഴുകുമായിരുന്നു. ദൈവത്തിന്റെ പൈതലെ, നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുമ്പോൾ ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചില പാത്രങ്ങളെ ദൈവത്തിനെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അതിന്റെ മേൽ ഒഴുകുവാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തനാണ്. പിന്നെയും കാണുവാൻ കഴിയുന്നുണ്ട്. നീ വേഗം കാണത്തില്ല,
പറഞ്ഞില്ല, കുഴിക്കാൻ പറഞ്ഞു. കുഴിക്കാൻ പറഞ്ഞു. കുഴിച്ചു രാത്രി മുഴുവൻ കുഴിക്കുക. എന്തിനാ കുഴിക്കുന്നത്? മേഘമില്ലല്ലോ. മേഘമുള്ളപ്പോഴാണ് കുഴിക്കേണ്ടത്. മേഘം കണ്ടിട്ട് കുഴിക്കാമെന്ന് പറഞ്ഞില്ല. ഒന്നും കാണാതിരിക്കുമ്പോ കുഴിക്കുന്നവനെ രാവിലെ നിറയ്ക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനാണ്. എന്റെ ദൈവത്തിന്റെ 15 പകൽക്കാലം വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. നെഹമ്യാവ് നിന്റെ വരെ വാഗ്ദത്തങ്ങളുണ്ടെങ്കിൽ വിശ്വാസത്താൽ പണിയുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഈ ദൈവം അങ്ങനെ പ്രവർത്തിക്കുന്നവനാണ്. നെഹമ്യാവ് പിന്നെ കാണുവാൻ കഴിയുന്നത് ജീവിതത്തിൽ നിരാശ എന്ന് പറയുന്നുണ്ട്. പണിയിൽ നിരാശപ്പെട്ടു പോകും. നിരാശ അനുഭവിക്കാത്ത ഒരു വ്യക്തി പോലും ഇവിടെയില്ല. സ്റ്റഡി പറയുന്നത് നല്ലൊരു ശതമാനം പാസ്റ്റർമാരും ഞായറാഴ്ച റിസൈൻ ചെയ്യും, തിങ്കളാഴ്ച റിവൈവ് ചെയ്യും. ഞായറാഴ്ച കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും ഇത് ഇട്ടേച്ച് പോകാമെന്ന് തീരുമാനിക്കും. തിങ്കളാഴ്ച രാവിലെ വൈകുമാകുമ്പോഴത്തേനും കർത്താവേ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് എഴുതേക്കും. നിരാശ വരാത്ത ഒരു വ്യക്തി പോലുമില്ല. നിന്റെ മൂക്കിൽ ജീവശ്വാസം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ നിരാശ വരും. നിരാശ വന്നു കഴിഞ്ഞാൽ അവിടെ നിൽക്കുവാനല്ല, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് പരസ്പരം എൻകറേജ് ചെയ്യുവാൻ തക്കവണ്ണം. മറിയ യാത്ര ചെയ്ത് എലിസബത്തിന്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, മറിയയ്ക്ക് ഒരു സന്തോഷം, എലിസബത്തിന് ഒരു സന്തോഷം. എന്താ? എലിസബത്ത് അത്രയും പ്രായമായിട്ട് ഹല്ലേലൂയ ഒരു കുഞ്ഞിനെയും വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നടക്കുമോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. മറിയ ആരും അറിയാതെ വണ്ണം ഹല്ലേലൂയ ഗോർച്ചിനായിരിക്കുന്ന മറിയ ഗർഭിണിയായിട്ട് കടന്നു ചെല്ലുന്നു. ഇത് നടക്കുമോ? 2 അസാധ്യങ്ങൾ ഒരുമിച്ച് കടന്നു വന്നപ്പോൾ അകത്തുള്ള ചലിക്കാത്തത് ചലിക്കുവാനിടയായി. ദൈവത്തിന്റെ പൈതലെ, ഞാനും നീയും നിരാശയിലായിരിക്കുന്ന വ്യക്തിയുടെ അടുക്കൽ കരം വെച്ചിട്ട് പറയണം, സഹോദര അത് നടക്കും, സഹോദരി അത് നടക്കും, സാരമില്ല. ഹല്ലേലൂയ. ചില വ്യക്തികളോട് സംസാരിച്ച് കഴിയുമ്പോഴത്തേനും അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ അങ്ങനെയുള്ളവരെ? എന്റെ മക്കളെന്ന് പറഞ്ഞാൽ ലോകത്തിലേക്കും ദൂതഗണങ്ങളെ പോലെ ഒറ്റ എക്സാം പോലും അവർ പഠിച്ച് തോറ്റിട്ടില്ല. ജീവിതത്തിൽ ഒരു മരുന്ന് ഞാൻ തൊടത്തേയില്ല. ഒറ്റ ദിവസം പനി പോലും ഞങ്ങൾക്ക് വന്നിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെയുള്ള? ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഭാഷ കള്ളം പറയുന്നു. ഹല്ലേലൂയ. ഇത് കേട്ട് കഴിഞ്ഞിട്ട് എന്റെ കൊച്ചി ഞാൻ പറഞ്ഞാൽ അനുസരിക്കത്തില്ല, എന്റെ കൊച്ചിനിതായിരിക്കുന്നു, ഞാൻ പോകുന്നിടത്തെല്ലാം പ്രശ്നം. കർത്താവേ, ഞാനും ആ വ്യക്തിയും ആരാധിക്കുന്ന സെയിം ദൈവത്തെ അല്ലയോ, എന്തുകൊണ്ടാണെന്ന് പറഞ്ഞ് നിരാശപ്പെട്ടു പോകുന്നു. സഹോദരാ, നീ ഒന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ മുമ്പിൽ സകലവും നഗ്നമായിട്ടിരിക്കുന്നു. നീ സഹോദരന്റെ ജീവിതത്തിൽ ഒരു നിരാശ കൊണ്ടുവന്നെങ്കിൽ, അതിന്റെ മേൽ ക്ഷയമെടുത്തെങ്കിൽ, നീയും അടുത്ത വ്യക്തിയുടെ അടുക്കൽ ചെന്നിട്ട് പറയണം, സഹോദരി, നീ കടന്നു പോകുന്ന പോലെ ഞാനും കടന്നു പോയതാണ്, നീ കടന്നു പോകുന്ന അവസ്ഥയിലൂടെ ഞാനും പോയതാണ്, നിന്നെയും വിട്ടിരിക്കും, ഞാൻ ഇതിന്റെ മേൽ ക്ഷയമെടുത്തതാണ്. ഹല്ലേലൂയ. നെഹമ്യാവ് പറയുന്നു, ഹല്ലേലൂയ, യഹൂദന്മാരുടെ ഇടയിലാണ് നിരാശ വന്നത്, പണിയുന്നവരുടെ ഇടയിലാണ് നിരാശ വന്നത്. ജീവിതത്തിൽ നിരാശ കടന്നു വരും, അതിന്റെ മേൽ ജയമെടുക്കുവാൻ കഴിയുമെന്ന് ഹല്ലേലൂയ നെഹമ്യാവ് ഇവിടെ കാണിച്ചു കൊടുക്കുന്നു. 11-ാം അധ്യായത്തിലോട്ട് കടന്നു വരുമ്പോൾ 11-12 അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത്, നെഹമ്യാവ് പണി കഴിഞ്ഞു. പണി കഴിഞ്ഞതിന് ശേഷം യെരൂശലേമിൽ പാർക്കുവാൻ തുടങ്ങി. യെരൂശലേമിൽ നിന്ന് ഏകദേശം 100 വർഷത്തിന് മുമ്പ് 92 വർഷമായിരിക്കും, 100 വർഷത്തോളമായി അവിടെ നിന്ന് എല്ലാത്തിനെയും ചങ്ങലയിട്ടുകൊണ്ട് പോയതാണ്. അഥവാ അവരുടെ പിതാക്കന്മാരെയോ അവരെയോ ചെറുപ്പത്തിൽ വലിച്ചിഴച്ചുകൊണ്ട് ബാബിലോണ്യ ശക്തി പറിച്ചിറക്കിക്കൊണ്ട് പോയതാണ്. അവിടെ ഒരിക്കലും നിന്നെ പാർപ്പിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാബിലോണ്യ ശക്തി കടന്നു വന്ന് വലിച്ചിഴച്ചുകൊണ്ട് പോയതാണ്. എന്നാൽ യഹോവയാം ദൈവം ഒരു നെഹമ്യാവിനെ എഴുന്നേൽപ്പിച്ചത് കൊണ്ട് 11-12 അധ്യായത്തിൽ വരുമ്പോൾ ഒരു വലിയ സാക്ഷികളുടെ ലിസ്റ്റ് അടുത്ത തലമുറകൾക്കും വരുന്ന തലമുറകൾക്കും എഴുതി വെച്ച് വായിക്കത്തക്കവണ്ണം റെക്കോർഡായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. നിന്നെ പറിച്ചെടുത്ത നിന്റെ തലമുറകളെ കൊണ്ടുവന്ന് ഇരുത്തുവാൻ കഴിയുന്ന വിശ്വസ്തനായ ദൈവമാണ് നിന്റെ ദൈവമെന്ന്. പ്രഭുക്കന്മാർ യെരൂശലേമിൽ പാർത്തു.
സ്വമേധയാൽ ചെന്ന് പാർത്തവരെ ജനം അനുഗ്രഹിച്ചു. ഞാനത് വായിച്ചു വന്നപ്പോൾ സ്വമേധ സിദ്ധി വരാൻ പ്രയാസം തോന്നിയതിന് കാരണം എന്തുവാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് അവർക്കൊക്കെ 5 ഏക്കർ ഭൂമിയും നല്ല വീടുകളും മച്ചിട്ട വീടുകൾ, തട്ടിട്ട വീടുകളും എല്ലാം സബർബിൽ ഉണ്ടായിരുന്നു. സബർബിൽ നിന്ന് സിറ്റി പോയി താമസിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്കും പ്രയാസമായി, എനിക്കും പ്രയാസം. സബർബിൽ നല്ല തട്ടിട്ട വീടുകൾ, മച്ചിട്ട വീടുകളും നല്ലവണ്ണം നല്ല സ്വത്തുമുള്ള ആളുകളോട് പറയുകയാണ് യെരൂശലേമിൽ വന്ന് പാർക്കണം. യെരൂശലേം ദൈവസാന്നിധ്യത്തെ കാണിക്കുന്നു, യെരൂശലേം ആലയത്തെ കാണിക്കുന്നു, യെരൂശലേം ഹല്ലേലൂയ ദൈവജനത്തെ കൂട്ടായ്മയെ കാണിക്കുന്നു. കംഫർട്ടിൽ നിന്ന് കടന്നു വരാൻ പ്രയാസമുള്ളവരോട്, എന്നാൽ അതിന്റെ മധ്യത്തിൽ ചിലർ സ്വമേധയാ കടന്നു വന്ന് അവരെ ജനം അനുഗ്രഹിച്ചു. എങ്ങനെ അനുഗ്രഹിച്ചെന്ന് എനിക്കറിയത്തില്ല. കൈകൊടുത്ത് സ്തോത്രം ചെയ്തതാണോ, അതിനപ്പുറം വല്ലതും ചെയ്തതാണ്. ദൈവത്തിന്റെ രാജ്യത്തിനും അത് തന്നെ കിട്ടും. ദൈവത്തിന്റെ സഭയിലും അങ്ങനെയാണ്. കർത്താവ് വചനം പറയുന്നു, കൊടുക്കുന്നത് ഹൃദയത്തില് സന്തോഷത്തോടെ കൊടുക്കേണ്ടി വന്നല്ലോ എന്നോർത്ത് കൊടുക്കരുത്. കാരണം ആ പൈസ കൊണ്ട് അവർക്ക് പ്രയോജനമുണ്ടാകും, നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടും. കർത്താവെ, കൊടുക്കാനൊരു അവസരം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായാലും കർത്താവിൻ്റെ വാലറ്റിൽ പൈസ നൽകിയല്ലോ. കർത്താവെ, എനിക്ക് സ്തോത്രം ചെയ്യാൻ കൃപ നൽകി. യെരൂശലേമിൽ അവര് സ്വമനസാലെ കടന്നു വന്ന് പാർക്കുവാൻ തീരുമാനിച്ചു. അവരെ തന്നെ അവർ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. യെരൂശലേം പട്ടണത്തിൽ, യെരൂശലേം എന്ന് പറയുന്നത് അവരുടെ ആലയമാണ് പ്രധാനമായിട്ടും. യെരൂശലേം എന്ന് പറയുന്നത് അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മുഴുവൻ നടക്കുന്നത്. യെരൂശലേമിൽ നല്ല ജനക്കൂട്ടമുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് അവരെ സ്വമനസാലെ കടന്നു വന്നു. അവരെ കുറിച്ച് പറയുന്നത് 6-ാം വാക്യം, 15-ാം. പരാക്രമശാലികളായിരുന്നു, brave men. അവർക്ക് അവർ റിയലൈസ് ചെയ്തു, ഞങ്ങൾക്ക് യെരൂശലേമിൽ പോയി പാർക്കണം. പരാക്രമശാലികൾ. കാരണം ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, ഇനിയും ശത്രുക്കൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇനി ഞങ്ങളെ സമ്മതിക്കത്തില്ല. ഇനി ഇത് തകർക്കുവാൻ ഞങ്ങളെ സമ്മതിക്കത്തില്ല. ഇനി എൻ്റെ കുടുംബം തകരുവാൻ സമ്മതിക്കത്തില്ല. ഇനി എൻ്റെ ആരോഗ്യം കെടുത്തുവാൻ സമ്മതിക്കത്തില്ല. ഇനി എൻ്റെ ആത്മീയത പോകുവാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ തീരുമാനിച്ചു. 12:28-29 വായിച്ചു. 12:20. അപ്പൊ എല്ലാ ഗ്രൂപ്പുകളും വന്ന് പാർക്കുക. സ്വമനസ കുറെ പേര് ചെയ്യുന്നു, ചീട്ടിട്ട് പാർപ്പിക്കുന്നു. വരാത്തവർക്ക് വേണ്ടി അവരെ ചീട്ടിട്ടെടുക്കുന്നു. കാരണം എല്ലാവർക്കും താമസിക്കാൻ സ്ഥലമില്ല. അവിടെ വരണമെന്ന് ആഗ്രഹമുള്ളവർ കാണും, അല്ലാത്തവരും കാണും. ചീട്ടിട്ട് പാർപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 28-29 വരുമ്പോ വായിച്ചോ. അവരെല്ലാവരും സംഗീതക്കാര് അവിടെ കടന്നു വന്ന് യെരൂശലേമിൽ കടന്നു വരുന്നു. ഇവരാരാ? ഈ സംഗീതക്കാരെന്ന് പറയുന്ന ഗ്രൂപ്പ്, അഥവാ ആസാവിന്റെ ഫാമിലി, അല്ലെങ്കിൽ നിവായിച്ചിന്റെ ആസാവിന്റെ ഫാമിലി, ഈ കുടുംബത്തിൽ പെട്ടിരിക്കുന്ന വലിയ പാട്ടുകാരൻ. ആ പാട്ടുകാരുടെ ഗ്രൂപ്പുകൾ എല്ലാവരും കൂടെ പറഞ്ഞു, നമുക്കിനി അങ്ങോട്ട് പോകാം. ഇവരുടെ ജീവിതത്തിൽ ഇവർക്കറിയാം, ചില കാലങ്ങൾക്ക് മുമ്പ് ഇവരോടോ അല്ലെങ്കിൽ ഇവരുടെ പിതാക്കന്മാരോടോ ചോദിച്ചു, നിങ്ങൾക്കൊരു പാട്ട് പാടാൻ നോക്കുമോ? അന്ന് അവര് പറഞ്ഞ ഒരു ചോദ്യമുണ്ട്, ബാബേലിന്റെ തീരത്തിരുന്നു കൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് സിയോന്റെ പാട്ട് പാടുന്നത്?
സിയോന്റെ പാട്ടുകൾ മാത്രമേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. ഞങ്ങൾക്ക് ബാബേലിലെ പാട്ട് അറിയത്തില്ല. ബാബേലിലെ പാട്ടാണ് പമ്പാ നദീ തീരത്ത് എന്ന് ഞാൻ ഇവിടെ പാടിച്ചുള്ള കാര്യം. ഗംഗാ നദിയിൽ കുളിച്ചു എന്ന് ഞാൻ പാടിയിട്ട് എനിക്ക് കാര്യമുണ്ടോ? എന്നാൽ യോർദാന്റെ വൻകാട്ടിലെന്ന് ഞാൻ പാടിക്കഴിഞ്ഞാൽ എന്റെ ജീവിതവുമായിട്ട് തന്നെ ബന്ധം. ഞാൻ പമ്പാ നദിയുടെ തീരത്തിരുന്നുകൊണ്ട് ഞാൻ യെരൂശലേമിന്റെ പാട്ട് പാടിക്കഴിഞ്ഞാൽ അവരെന്നെ കളിയാക്കും. ചില കാലങ്ങൾക്ക് മുമ്പ് ഞാനോ അല്ലെങ്കിൽ എന്റെ തലമുറയോ എന്ന് ഞാൻ ചിന്തിക്കട്ടെ, അവരോട് ബന്ധപ്പെട്ട് അവര് നിന്നപ്പോൾ പാടാമോ എന്ന് ചോദിച്ചപ്പോൾ അന്ന് ഞങ്ങൾ പറഞ്ഞു ഇന്ന് ഞങ്ങൾക്ക് പാടാൻ ഒക്കത്തില്ല. എന്നാൽ ഒരു ദിവസം വരുന്നുണ്ട്, ചില കാലങ്ങൾ കഴിയുമ്പോൾ ഞങ്ങൾ യെരൂശലേമിൽ ചെല്ലും. അന്ന് ഞങ്ങൾക്ക് ഒരു അവസരം തരും, അന്ന് ഞങ്ങൾ പാടും. സിയോനെ ഓർത്തെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ ഓർക്കേണ്ട ആവശ്യമില്ല, അകത്തവർക്ക് വരാൻ അവസരം ലഭിച്ചു. അവരവിടെ നിന്നുകൊണ്ട് സംഗീതക്കാരൻ തീരുമാനിച്ചു ഞങ്ങൾ യെരൂശലേമിൽ വരികയാണ്. യെരൂശലേമിന്റെ അടുക്കൽ വന്നിരുന്ന കർത്താവിന്റെ പാട്ടുകൾ അന്ന് ഞങ്ങളെ ജനം കളിയാക്കി. എന്നാൽ ഇന്ന് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ ഭജനെ ഹല്ലേലൂയ, ഈ പാട്ട് പാടുവാൻ യോഗ്യതയിലായിരുന്ന എന്നെയും നിന്നെയും ഹല്ലേലൂയ ബാബേലിന്റെ തീരത്ത് നിന്നും കൃപയാൽ യെരൂശലേമിൽ കൊണ്ടുവന്ന് ചീട്ടിട്ടിരുത്തി. ഭാഗ്യവശാൽ ഇതിനകത്ത് വന്നു എന്ന് വചനം പറയുന്നു. ഭാഗ്യവശാല കേട്ടോ, ഭാഗ്യവശാൽ തന്നെയാണ്. പലർക്കും ഇത് വെളിപ്പെട്ടിട്ടില്ല. പലർക്കും വെളിപ്പെട്ടവരും ഇപ്പോഴും ബാബേലിൽ ഇരിക്കുമ്പോൾ എനിക്കും നിനക്കും ഇന്ന് പകൽക്കാലവും ഇവിടെ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാനൊക്കെ വേണം. അപ്പൊ പാടാൻ മറന്നു പോകരുത്. സിയോനെ കുറിച്ച് പാടുവാൻ മറന്നു പോകരുത്. ഹല്ലേലൂയ, യേശുവിനെ കുറിച്ച് പാടുവാൻ നീ മറന്നു പോകരുത്. ആ സ്നേഹം ഹൃദയത്തിലോട്ട് വന്നിട്ട് ഇനിയും ഞാൻ കിന്നരങ്ങൾ അലരി വൃക്ഷത്തിന്റെ കൊമ്പുകളിൽ തൂക്കിയിടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംഗീതക്കാരന് നിൽക്കട്ടെ. ആലയത്തിൽ അന്ധകാര ശക്തി നിന്നെ പാടിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ് ഹല്ലേലൂയ എന്തെങ്കിലും കൊണ്ടുവന്നാൽ ഇനിയും ഞങ്ങൾ തൂക്കിയിടത്തില്ല. ഹല്ലേലൂയ, ബാബിലോണിയ ശക്തികൾക്ക് ഞങ്ങളെ തകർന്നു നിർത്തുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ഞങ്ങൾ അവിടെ നിന്ന് പോന്നവരാണ്. ബാബേലിൽ നിന്ന് ഞങ്ങൾ പോന്നവരാണ്. ബാബേലിന്റെ തീരത്ത് നിന്ന് ഞങ്ങൾ പോന്നവരാണ്. ഇന്ന് ഞങ്ങൾ ആയിരിക്കുന്നത് ഹല്ലേലൂയ ഹല്ലേലൂയ യെരൂശലേമില് ഹല്ലേലൂയ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നിടത്ത്, ദൈവിക ആലയം ഉള്ളിടത്ത്, ദൈവിക ആരാധന ഉള്ളിടത്ത്, ദൈവിക യാഗം ഉള്ളിടത്ത് ഹല്ലേലൂയ നെഹമ്യാവും യോശുവയും ഹല്ലേലൂയ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതിന്റെ മധ്യത്തിൽ ഞങ്ങളോട് പാടാൻ പറഞ്ഞിരിക്കുന്നു. ദൈവ പൈതലേ, ഇന്ന് പകൽക്കാലം നീ പാടണം, നീ പാടണം, നീ പാടണം. ക്രിസ്തുവിന്റെ ഗാനങ്ങൾ നീ പാടണം. അത് അനുഗ്രഹമായി നിനക്ക് വരും. ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി പാടുവാൻ തീരുമാനിച്ചു. 43-ാം വാക്യം, 12-43. ബഹുദൂരത്തോളം കേട്ടു. സന്തോഷം ഒതുക്കി നിർത്തരുത് കേട്ടോ. നിന്റെ ജീവിതത്തിലെ സന്തോഷം നീ ഒതുക്കി നിർത്തരുത്. നിന്റെ സന്തോഷം നിന്റെ കുടുംബത്തിൽ, നിന്റെ ഭവനത്തിൽ മാത്രമാക്കി നീ ഒതുക്കി തീർക്കരുത്. ദൈവം നൽകിയിരിക്കുന്ന സന്തോഷം, ദൈവം നൽകിയിരിക്കുന്ന ഈ സന്തോഷം ഹല്ലേലൂയ നീ വിളിച്ചു പറയണം. നീ സ്തോത്രം ചെയ്യണം. പബ്ലിക്കിൽ ദൈവത്തെ സ്തുതിക്കാൻ നീ മടിക്കരുത്. ഹല്ലേലൂയ, ശബ്ദം ഒന്നും ഉണ്ടാക്കണ്ട. ഹല്ലേലൂയ, കാണുമ്പോ തന്നെ ആ ഒരു ആഹാരം ഒന്ന് എടുത്തു വെച്ചിട്ട് ഒന്ന് കണ്ണട ചൊരഞ്ഞിരുന്നാൽ മതി. ഉച്ചക്ക് നീ ലഞ്ച് കഴിക്കാൻ പോയിരിക്കുമ്പോഴേ എല്ലാവരും കൂടെ കഴിഞ്ഞ സാന്നിധ്യം എടുത്തിട്ട് കണ്ണട ചൊലിച്ചിരുന്നാൽ മതി. എന്തോ ജാതികളുടെ മധ്യത്തിൽ അങ്ങനെയാണ് ബഹുദൂരം കേൾക്കുന്നത്.
ബഹുദൂരം കേൾക്കുന്നത് നമ്മുടെ ആക്ഷനുകൾ കൂടിയാണ്. ഒത്തിരി ഒന്നും പ്രസംഗിക്കേണ്ട ആവശ്യം വരത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലെ അവരെ ഒരുമിച്ച് യെരൂശലേമിൽ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ, പാട്ട് പാടുവാൻ തുടങ്ങിയപ്പോൾ, അവർ ആഘോഷിക്കുവാൻ തുടങ്ങിയപ്പോൾ ബഹുദൂരം കേൾക്കുവാൻ തക്കവണ്ണമിടയായി. പെന്തക്കോസ്ത് നാളില് അവർ ഒരുമിച്ച് കടന്നു വന്നപ്പോൾ ബഹുദൂരം കേട്ടു. ബഹുദൂരം കേട്ടുകൊണ്ട് എന്ത് സംഭവിച്ചു? 3000 പേര് അന്ന് കർത്താവിന്റെ രാജ്യത്തിൽ ചേരുവാൻ ഇടയായി. ബഹുദൂരം കേൾക്കട്ടെ, ആലയത്തിന്റെ ശബ്ദം ബഹുദൂരം കേൾക്കട്ടെ, സ്തുതികൾ ഹല്ലേലൂയ ബഹുദൂരം കേൾക്കട്ടെ, നിന്നെ കുറിച്ചുള്ള പേര് ബഹുദൂരം കേൾക്കട്ടെ, നിന്നെ കുറിച്ചുള്ള സാക്ഷ്യം ബഹുദൂരം കേൾക്കട്ടെ. ഇസ്രായേൽ യെരൂശലേമിന്റെ ആലയത്തിന്റെ പണി കഴിഞ്ഞിരിക്കുന്നു, മതിലിന്റെ പണി കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മോവാബ്യർ കേട്ട് കഴിഞ്ഞാൽ ചില ഹല്ലേലൂയ ചിലതൊക്കെ മടങ്ങി വരുവാൻ ഇടയാകും. ഹല്ലേലൂയ. മോവാബ്യർ കേട്ടു യെരൂശലേമിലെ ദാരിദ്ര്യം മാറിയിരിക്കുന്നു, നിന്റെയും എന്റെയും ജീവിതത്തിലെ ദാരിദ്ര്യം മാറിയിരിക്കുന്നു, ദൈവം വിസിറ്റ് ചെയ്തിരിക്കുന്നു, ദൈവത്തിന്റെ സന്ദർശനം വന്നിരിക്കുന്നു, ദൈവത്തിന്റെ കരുണ വന്നിരിക്കുന്നു എന്ന് മോവാബ്യർ കേട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്നവർ പറഞ്ഞു, ഇനി നമുക്ക് പോകാം, ഇനി ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല. ജീവിതത്തിൽ തോൽവികൾ വന്നു, അത് ശരിയാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ആലയത്തിലോട്ട് ദൈവസന്നിധിയിലോട്ട് മടങ്ങി വരുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ബഹുദൂരം നിന്റെയും എന്റെയും ഹല്ലേലൂയ സന്തോഷിപ്പിച്ച വിടുതൽ നൽകിയ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനിടയാകട്ടെ. 12:44 പറഞ്ഞിരിക്കുന്നത് ആലയത്തിൽ ഇഷ്ടം പോലെ വരാൻ ദൈവം നിന്നെ അനുഗ്രഹിച്ചു കഴിയുമ്പോൾ, ദൈവം കൃപ പകരുമ്പോൾ ഒന്നും പറയേണ്ടി വരത്തില്ല. കൊടുക്കണേ 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 എന്ന് പറയേണ്ടി വരത്തില്ല. കൊടുക്കും. കാരണം ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ, ഈ കൃപ മനസ്സിലാക്കി കഴിയുമ്പോൾ ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. അവരെ കൊണ്ടുവന്ന് കൊടുത്തതാക്കിയിട്ട് പാടുന്നു. ഇന്ന് പകൽക്കാലം ദൈവജനമേ, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഈ പണിക്ക് വേണ്ടിയാണ്. ദൈവം ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം പണിയുക തന്നെ ചെയ്യും. നിനക്ക് പണിതെടുക്കുവാൻ കഴിയും. സൗമ്യതയാൽ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ ഇടയാകട്ടെ. സംഗീതക്കാർ കടന്നു വന്നതുപോലെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. അവരുടെ ജീവിതത്തിൽ അനുഗ്രഹം പകർന്നതുപോലെ അനുഗ്രഹം ദൈവം ഇടയാക്കട്ടെ. കണ്ണിന്റെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. Praise God, praise God, praise God, praise God. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ കടന്നു വരുവാനും അല്പസമയം ദൈവത്തെ ആരാധിക്കുവാനും അടിയങ്ങളുടെ ജീവിതത്തിൽ നൽകിയ നന്മകളിൽ നിന്ന് ദൈവസന്നിധി അർപ്പിക്കുവാനും അടിയങ്ങളുടെ ഹൃദയത്തിലെ ഭാരങ്ങളും വേദനകളും ദൈവസന്നിധിയെ സമർപ്പിക്കുവാനും ഹല്ലേലൂയ ദൈവത്തെ ഹൃദയം തുറന്ന് ആരാധിക്കുവാനും അടിയങ്ങളുടെ ഹല്ലേലൂയ ഹൃദയത്തിൽ നിന്ന് സ്തുതി സ്തോത്രങ്ങൾ ആലയത്തിൽ പകരുവാനും ദൈവസന്നിധി സൗരഭ്യമായിരിക്കുന്ന സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുവാനും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടയാക്കിയ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കും സ്നേഹത്തിനുമായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് പകൽക്കാലം കടന്നു വന്ന ദൈവജനത്തിന്റെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും ദൈവസന്നിധി അർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വാഗ്ദത്തങ്ങൾ നിറവേറി വരട്ടെ, വാഗ്ദത്തങ്ങൾ പൂർത്തീകരിച്ച് കാണുവാൻ ഇടയാകട്ടെ. ഈ ദിവസങ്ങളിൽ ഈ വർഷം വലിയ അനുഗ്രഹത്തിന്റെ വർഷമാക്കി കർത്താവ് ചെയ്തിരിക്കുന്നതിനാൽ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമെന്ന് നിന്നെയും രുചിച്ചറിയുവാൻ കർത്താവ് ഇടയാക്കുന്നതിനാൽ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം കേൾക്കുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ, നെഹമ്യാവിൽ നിന്ന് പഠിക്കുവാൻ ഇടയായത് അടിയങ്ങളുടെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം ദിവസങ്ങളിൽ കർത്താവ് സഹായിക്കണം. അടിയങ്ങളുടെ കുടുംബങ്ങളെയും ഭവനങ്ങളെയും ആത്മീക ജീവിതത്തെയും പണിതെടുക്കുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ കുഞ്ഞുങ്ങളോട് മറ്റേ പ്രിയപ്പെട്ടവരോട് ചേർന്നതിനെയും ദൈവത്തെ സ്തുതിക്കുമ്പോൾ അനുഗ്രഹീതമായ ദൈവ സാന്നിധ്യത്താൽ നിറച്ചാട്ട് ദൈവത്തിന്റെ കൃപയാൽ അടിയങ്ങളെ മറച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേട്ട് ഉത്തരവരണം പിതാവേ. കർത്താവിനെ